നമുക്ക് ഒരു കഥ പറയാം. ഒരു നാടിൻ്റെ. പാലക്കാട് ചെർപ്പളശ്ശേരി പാതയിൽ അടയ്ക്കാപുത്തൂരിൽ ഇറങ്ങിയാൽ അവിടേക്കെത്താൻ നടത്തം മാത്രം ശരണം. തോടും പാടവുമെല്ലാം സാന്ത്വനമേകിക്കൊണ്ട് 1.5 മണിക്കൂർ നീണ്ട കാൽനട. അതൊക്കെ പഴയ കഥ. ഇന്ന് വാഹനങ്ങൾ സുലഭം, തീർത്തും ഗതാഗതയോഗ്യമായ റോഡുകൾ. ദൈനംദിന ജീവിതത്തിന് പകലന്തിയോളം വേർപ്പൊഴുക്കിയ പഴയ തലമുറ പോറ്റി വളർത്തിയവർ ഇന്ന് ആ നാടിൻ്റെ ഭാഗധേയം തന്നെ മാറ്റിക്കഴിഞ്ഞു. വിദ്യാസമ്പന്നരായ, ലോകാനുഭവം ഏറെ നേടിയ പുത്തൻ തലമുറ കൊച്ചു ഗ്രാമത്തിലെ ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും നിറയുകയാണ്. 1 നൂറ്റാണ്ടിലേറെയായി അവർക്ക് അക്ഷരമധുരം പകർന്നരുളുന്ന ഒരു വിദ്യാലയം. അറിവിൻ്റെ നിവേദ്യം നൽകി കുരുന്നുകൾക്ക് വീതം വെച്ചു കഴിഞ്ഞ ആചാര്യവൃന്ദം ഇഹപരലോകങ്ങളിലിരുന്ന് ഇന്നും അവിരാമം ആശിസ്സുകളേകുന്നുണ്ടാകാം. അവർക്കിടയിലേക്ക് 3.5 പതിറ്റാണ്ടിൻ്റെ കർമ്മസാഫല്യവുമായി ഒരു മനോജ്ഞമുഖം. അതെ, 1992 മുതൽ കാലത്തെ 8 മണി കഴിയുമ്പോഴേക്ക് മനോജ് മാഷ്, നമ്മുടെ മനോജ് കുമാർ മാഷ്, പൂതക്കാട് LP സ്കൂളിൻ്റെ തിരുമുറ്റത്തെത്തും. അതും പ്രവൃത്തി അവധിദിന ഭേദമില്ലാതെ തന്നെ. ഒരു ഗ്രാമം മുഴുവൻ ആ കർമ്മയോഗിയെ കാത്തിരിപ്പുണ്ടാകും. പൂന്താനത്തിൻ്റെ നാട്ടിൽ ജനിച്ച് കീഴാറ്റൂരും വലമ്പലിമംഗലത്തും ശ്രീകൃഷ്ണപുരത്തുമായി വിദ്യാഭ്യാസം നടത്തി തെളിവുറ്റ 33 വർഷം പൂതക്കാട്ട് കുരുന്നുകളുടെ കളിയച്ഛനായി വന്നതും ഈ നാടിൻ്റെ പൂർവ്വപുണ്യമോ ഒന്നും പറയാനാവില്ല തന്നെ. പേരൂർ ഗാന്ധി സേവാ സദനത്തിൽ നിന്ന് ലഭിച്ച വിദ്യാഭ്യാസ പ്രക്രിയയുടെ പാഠഭേദങ്ങൾ സ്വന്തം അനുഭവങ്ങളിൽ ചാലിച്ച് അദ്ദേഹം പകർന്നു നൽകി. പൂതക്കാട് മനോജ് മാസ്റ്റർക്ക് ജന്മനാടും സ്കൂൾ തറവാടുമാണെന്ന് പറഞ്ഞാൽ അത് ഒരു സത്യം മാത്രം. ഗുരുവായൂരിൻ്റെ സമീപം ചൊവ്വല്ലൂരിൽ നിന്നും ശ്രീജ നല്ല പാതിയായി വന്നതോടെ അദ്ദേഹത്തിൻ്റെ കർമ്മജീവിതം കൂടുതൽ തെളിവുറ്റതായി. ഒരനുഭവം ഓർമ്മയിൽ ഓടിയെത്തുകയാണ്. സ്കൂളിൽ തുടങ്ങിയ പ്രീ പ്രൈമറിയിലെ ഒരു കുസൃതിക്കുരുന്ന് ഒരു ദിവസം ടീച്ചറോട് ഇന്ന് അച്ഛൻ എന്താ വരാത്തത് എന്ന് ചോദിച്ചോത്രേ. മോളെ, നിന്നെ കൊണ്ടുവരാനും കൊണ്ടുപോവാനും അമ്മയല്ലേ വരാറുള്ളത് എന്ന് ടീച്ചർ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞു പറഞ്ഞോത്രേ, അതല്ല, ഇവിടുത്തെ അച്ഛൻ. കേരളത്തിലെ അധ്യാപകർ സിംഹഭാഗവും കേവലം അധ്യാപകരായി കഴിയുമ്പോൾ അച്ഛനായി, രക്ഷാകർത്താവായി, ആചാര്യനായി കഴിയാനായ അത്യപൂർവത മനോജ് മാഷിന് മാത്രം സ്വന്തം. ഒപ്പം വീട്ടിലെ അടുക്കളയിൽ പാകപ്പെടുത്തുന്നതിലെ ഒരു പങ്ക് കാലങ്ങളായി കുട്ടികൾക്ക് പങ്കുവെക്കുന്ന ശ്രീജ അവർക്ക് ഒരമ്മയുമായി. ഏക മകൻ ഉൾപ്പെടുന്ന കുടുംബജീവിതത്തെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ആ കർമ്മമണ്ഡലം അതിസമ്പന്നമാണ്. ഒറ്റപ്പാലം എഡ്യൂക്കേഷണൽ സ്കൂൾ ടീച്ചേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായി 10 വർഷം. KPSTA-യുടെ വിവിധ തലങ്ങളിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ. ചെർപ്പളശ്ശേരി പ്രധാനാധ്യാപക ഫോറം ജോയിന്റ് കൺവീനർ. ഈ സ്ഥാനങ്ങളെല്ലാം അദ്ദേഹം ആർജവ ബുദ്ധിയോടെ മികവുറ്റതാക്കി. 1992 ജൂലൈയിൽ തുടങ്ങിയ മനോജ് മാഷിന്റെ ഔദ്യോഗിക ജീവിതം അനുപമമായ ജൈത്രയാത്ര എന്നതിൽ കുറഞ്ഞ് വിശേഷിപ്പിക്കാനാവില്ല തന്നെ. ഇതിൽ 21 വർഷം പ്രധാനാധ്യാപകനായ അദ്ദേഹത്തിൻ്റെ കൈകളിൽ വിദ്യാലയം സുഭദ്രമായിരുന്നു. ഇക്കാലമത്രയും ഗ്രാമജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളിൽ കൈകോർത്ത് വിദ്യാലയത്തിന് അദ്ദേഹം സാമൂഹിക മാനം പകർന്നു.
അനുദിനം, അനുപദം ഈ അക്ഷരമുത്തശ്ശി കൂടുതൽ ആരോഗ്യപൂർണയാവുകയാണ്. കൂട്ടായ്മയുടെ പൂക്കളും കനികളും കൊണ്ട് ഉന്മേഷപൂർണയാവുകയാണ്. ഋഗ്വേദത്തിൽ ഒരുമയുടെ പ്രസിദ്ധമായൊരു മന്ത്രമുണ്ട്. സമാനീവ ആകൂതി സമാന ഹൃദയാനിവ സമാനമസ്തോ മനോ യഥാവ സുസഹാസതി. അതായത്, നിങ്ങളുടെ സങ്കല്പങ്ങളും ഹൃദയവും മനസ്സും സമാനമാകുന്നതിലൂടെ സഹകരിക്കാനാവട്ടെ. മുൻകാലം കാണിച്ച ഈ വഴികൾ അർത്ഥപൂർണമെങ്കിൽ ഇനിയും ഈ ഗ്രാമം മുന്നേറുക തന്നെ ചെയ്യും. ചരിതാർത്ഥമായ ഓർമ്മകളിലൂടെ, മഹാനായ മനോജ് മാസ്റ്റർ കാണിച്ച പാതയിലൂടെ, ഔദ്യോഗിക ജീവിതത്തിൻ്റെ ആടയാഭരണങ്ങൾ അഴിച്ചുവെച്ച് പടിയിറങ്ങാൻ തുടങ്ങുമ്പോഴും ഇനി ഞാൻ എന്താ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന മാഷുടെ കാലടികളിൽ ഈ ഗ്രാമം ഒന്നാകെ നമിക്കുന്നു. കുട്ടികൾക്ക് സ്നേഹമയനായ അച്ഛനായി, അധ്യാപകനായി, തലമുറകൾക്ക് അക്ഷരവെളിച്ചമേകിയ ദീപശിഖയായി, വിദ്യാലയത്തിന് അർപ്പണബോധത്തിൻ്റെ കാവലാളായി, അങ്ങനെ കാത്തിരിപ്പ് ഇനിയും തുടരും. പൂതക്കാടിൻ്റെ സ്നേഹാർദ്രമായ ഹൃദയം അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും നേരുന്നു.